സുന്ദരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായവതരിച്ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണി വീണു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ട് തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി ദത്വാ സമ്പൂജ്യ ഭക്ത്യാഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നീടുക തപോനിധേ ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ശുത്രഠാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ട് സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമല വിലോചനെ കമനീയാങ്കി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നും നിഷ്ഠുജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്താരായുധപാണികളും ഇല്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനി സ്തയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനീപതി വരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപൻ ജ്യേഷ്ഠനന്ദനായ രാമനത്ഭുത വീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ജ്ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞാ തപസ്സിന ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം താനും അതിന് പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാനറിഞ്ഞില്ലേതും പുനരെന്തിനാ എഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിലെന്നെ അറിയാതെയുള്ളൂ നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിനു നീ പോരണം മയാ സാഗം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ചരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടത് ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ട് ജാനകി ചൊന്നാൾ മന്ദം കേവലം അടുത്തിത് മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതിമോ ഭർത്തായ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ട് മാരിടം പുലർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാന്നം 20 മഹാഭുജം അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ട് വനദേവതമാരും രാഘവപത്നിയെയും തേരിലെടുത്തവച്ചാകാശമാർഗേ ശീഘ്രം പോയത് ദശാസ്യനും ആഹാ രാഘവരാമ സൗമിത്രേ കാരുണ്യാബ്ധേ ആഹാമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ഠാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് ഇവിടേക്ക് പോകുന്നു മൂഢാത്മാവേ അത്വരത്തിങ്കൽ ചെന്ന് ശുനകനും മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോഢാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും വൃദ്ധരാജനും ഒരു പത്രവാനായുള്ളോരു വൃദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ഗ്രേചെന്ന് യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനില ശുദ്ധമായി ചമയുന്നിതദ്രികൾ ഇളകുന്നു വിദ്രുന്നു നേരം കാൽനഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിവെട്ട് ഉത്താനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ട് തീർത്ഥളം തകർത്തിയത് കൽക്ഷണം കൊണ്ട് കൊന്നു വിത്തിന അശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റ് രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്ന് യാത്രയും മുടങ്ങി മൽക്കീർത്തിയും ഒടുങ്ങിതേ നാപ്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ രാത്രി പുത്രിയെ തത്ത രാത്രിയിൽ നിർത്തി പുനരോത്തുടൻ
ഭദ്രഹാസ വിളക്കിരഘുതരം. പക്ഷി നായകനുടെ ഭക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതനിൽ വീണാനക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്ക് നോക്കി മറ്റൊരു തേലേറി തെറ്റെന്നട കൊണ്ടാൻ മറ്റാരും പാലിപ്പാൻ ഇല്ലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റ് വീഴുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാൾ കൊഴിയാം ജാനകീ ദേവിതാനും ഭർത്താവു തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായി എന്ന് പൃഥ്വിപുത്രിയും വരം പത്രിരാജനും നൽകി. പൃഥ്വി മണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവാചകൻ നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവിനാഥ? രക്ഷോനായകൻ എന്നെ കൊണ്ടിത് പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ, നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചുകൊള്ളേണമേ ദേവരാധയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമിദേവിയും എന്നെ വിടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഗി മാം ജഗൽപദേ. കൗണപാതി നിന്നെ കൊന്ന് ഭക്ഷിക്കും മുമ്പേ. സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമ ഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാണത്തഞ്ചരൻ. ചിത്തവേഗേന നടന്നീടിനാൻ അതു നേരവും പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശ നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയമടിച്ചു തന്നുത്തരീയാർത്ഥ കണ്ഠം കൊണ്ട് വന്ദിച്ചു. രാമഭദ്രനെ കാൺമാൻ യോഗം വരികെന്ന നഗതാൽ സ്മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചത് സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ അബ്ധിയുമുക്തീര്യതൻ പത്തനം ഗത്വാദൂർണം. ശുദ്ധാന്തമധ്യേ മഹാശോകാനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലെ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുക ഉറപ്പിച്ചു തന്റെ വസ്ത്രമുൾപ്പൊക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതി വൃത്യമാശ്രിത്യ വസിച്ചിടിനാൾ. അതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനനിഷ്ഠയാ ബഹുയാമിനി ജരകുല നാരികളുടെ മധ്യേ നിഹാരശീതാതപ വാദപീഠയും സഹി ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചീതാതങ്കം ഉൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യജന്മത്തിലാക്കില്ലാത്തൂ.